ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. നമ്മളെ പ്രീ സ്കൂളിൻ്റെ ഓൺലൈൻ ഹോം സ്കൂളിങ്ങിലാണ് ഉള്ളത്. മൂന്നാമത്തെ ഓൺലൈൻ ഹോം സ്കൂളിംഗാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ഹോം സ്കൂളിങ്ങിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് പ്രീ സ്കൂളിലെ ഒരു കുട്ടി എങ്ങനെയാണ് ദിനചര്യകൾ അവൻ്റെ അല്ലെങ്കിൽ അവളുടെ ജീവിതത്തിൽ പകർത്തേണ്ടത് എന്നതിനെക്കുറിച്ച് ഒരു ചർച്ചയാണ് ഉദ്ദേശിക്കുന്നത്. അവരുടെ വളർച്ചയ്ക്ക് ഈ ശീലങ്ങൾ പാലിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ്. ശീലങ്ങൾ കൃത്യമായി പാലിക്കുമ്പോഴാണ് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ നമുക്ക് ദൃശ്യമാകാം. കുട്ടിക്ക് കൃത്യമായൊരു ദിനചര്യ, സ്കൂളുള്ള ദിവസവും സ്കൂളില്ലാത്ത ദിവസവും സ്കൂളോ ഖുർആൻ ഉള്ള ദിവസവും കുട്ടിയുടെ ഒരു ഡെയിലി റൊട്ടീൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, തീരുമാനിച്ചു കൊടുക്കാൻ പറ്റണം. അപ്പോൾ ദിനചര്യയിൽ കുട്ടികൾ ഒരു സുരക്ഷിതത്വം, ഒരു സ്ഥിരത ഇതൊക്കെ ഉണ്ടാവണം. ഉറങ്ങുന്ന സമയം, ഉണരുന്ന സമയം, ഭക്ഷണം കഴിക്കുന്ന സമയം, കളിക്കുന്ന സമയം, എപ്പോഴെങ്കിലും മൊബൈൽ എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ സമയം ഒക്കെ കുട്ടിക്ക് നിർണയിച്ച് അവരുടെ ഡെയിലി റൊട്ടീൻ, ഒരു ക്ലോക്ക്, നാച്ചുറൽ ക്ലോക്ക് അവൻ്റെ ഒരു മനസ്സിലുണ്ടായിരിക്കണം ഓരോ ദിവസത്തെയും അനുസരിച്ച്. അപ്പോൾ അതിന് വേണ്ടത് ആ സമയാസമയങ്ങളിൽ കുട്ടി കാര്യം ചെയ്യാൻ പ്രചോദിപ്പിക്കുക എന്നുള്ളതാണ്. സമയാസമയങ്ങളിൽ ചെയ്യുന്നത് ഡിസോർഡർ ആയാൽ തന്നെ മൊത്തത്തിൽ ഡിസോർഡർ ആവാൻ സാധ്യതയുണ്ട്. അത് വലിയവരാണെങ്കിലും ചെറിയവരാണെങ്കിലും അങ്ങനെ തന്നെ. സ്വയം പ്രവർത്തിക്കാൻ പ്രോത്സാഹിപ്പിക്കാൻ രണ്ടാമത്തെ കാര്യം. തനിച്ചൊന്ന് ഭക്ഷണം കഴിക്കുക, വസ്ത്രം മാറുമ്പോൾ തനിച്ച് പരമാവധി ചെയ്യുക, പല്ല് സ്വയം തേക്കുക, കുളിക്കുക, ബാത്റൂമിൽ പോയാൽ കഴുകുക. അപ്പോൾ ഇതിലൊക്കെ നമുക്കൊരു സൊല്യൂഷൻ എന്താ ഉള്ളതെന്ന് വെച്ചാൽ, കുട്ടി തനിച്ച് ഭക്ഷണം കഴിക്കാനാവുന്നില്ലെങ്കിൽ ഏതെങ്കിലും ഒരു നേരം അവനെ തനിച്ച് ഭക്ഷണം കഴിക്കുക. ബാക്കി 2 നേരവും നമ്മളൊന്ന് ചെറുതായിട്ട് പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത്. വസ്ത്രം മാറാൻ അവൻ ഏത് ഘട്ടത്തിലാണോ അവന് വസ്ത്രം മാറാൻ സാധിക്കുന്നത് ആ ഘട്ടങ്ങൾ പൂർത്തിയാക്കുക. വസ്ത്രം എടുക്കുക, എടുത്തു കൊടുക്കുക, ധരിക്കുക, സെലക്ട് ചെയ്യുക എന്നുള്ളത് ചിലപ്പോൾ ചെറിയ കുട്ടികളെ കൊണ്ട് സാധിച്ചു എന്ന് വരില്ല. പക്ഷെ അവർക്ക് ഇടാനറിയാം. ചില കുട്ടികൾക്ക് വസ്ത്രം സെലക്ട് ചെയ്യാനറിയാം, പക്ഷേ ഇടാൻ അവർക്ക് പ്രയാസമായിരിക്കും. ഏതിനാണ് അവർക്ക് പ്രയാസം അതിൽ ഒരു 50% നമ്മൾ ചെയ്തു കൊടുക്കും, 50% അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് ആ ഒരു കാര്യം താൻ സ്വയം ചെയ്യേണ്ടതാണ് എന്നൊരു രൂപത്തിലേക്ക് എന്ത് ചെയ്യുക വരിക. പല്ല് തേക്കാൻ വേണ്ടിയിട്ട് ബ്രഷും ഗോൾഗറ്റും എടുത്തു കൊടുക്കുക. പിന്നെ ഒരു പ്രീ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിനെ വീണ്ടും വീണ്ടും പല്ല് തേച്ച് കൊടുക്കുക എന്നതൊക്കെ നമ്മളെപ്പോഴെങ്കിലും ആവശ്യമെങ്കിൽ മാത്രം ചെയ്യേണ്ട സംഗതിയാണ്. ആ നിരക്ക് കാണണം. പിന്നെ ഒരു പോസിറ്റീവ് ശ്രദ്ധ നമുക്ക് കുട്ടിയിൽ വേണം. ഒരു ഭൂതക്കണ്ണാടി എടുത്ത് കുട്ടി ചെയ്യാത്ത കാര്യങ്ങളും കുട്ടി ചെയ്യുന്ന അബദ്ധങ്ങളും മാത്രം മൈക്രോസ്കോപ്പ് വെച്ച് അല്ലെങ്കിൽ ഭൂതക്കണ്ണാടി വെച്ച് നോക്കുന്നൊരവസ്ഥ ഉണ്ടെങ്കിൽ ആ കുട്ടി വളരെയധികം കേടുവരാനും അനുസരണ ഇല്ലാത്ത കുട്ടിയാവാനും സാധ്യതയുണ്ട്. അത് നമ്മൾ നല്ലവണ്ണം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ കുട്ടികളെ പ്രശംസിക്കുക. വിരുന്നുകാർ വരുമ്പോൾ നല്ല നിലക്ക് പെരുമാറി, കൊടുത്ത ഭക്ഷണം മുഴുവൻ കഴിച്ചു, ഡ്രസ്സ് സ്വയം ഇട്ടു, അതിനൊക്കെ നമ്മൾ പോസിറ്റീവ് സ്ട്രോക്സ് ധാരാളം കൊടുക്കണം. അൺകണ്ടീഷണൽ പോസിറ്റീവ് സ്ട്രോക്സ് ആണ് വേണ്ടത്. ഒരു തംസപ്പ് അവർക്ക് കാണിച്ചു കൊടുക്കാൻ അവസരം കിട്ടി അത് പാഴാക്കാത്തവനാണ് നല്ല രക്ഷിതാവ്. അവനാണ് നല്ല രക്ഷിതാവ്. ക്ഷമ വേണം. ഒരു ശീലങ്ങൾ ഏറ്റെടുക്കാൻ സമയമാവും. ക്ഷമയോടെ കാത്തിരിക്കണം. ചിലതൊക്കെ കുട്ടികൾ ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ട് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അതിലുള്ള കിള്ളും കറിയും അതിലുള്ള പ്രശ്നവുമായി ചൊറിഞ്ഞ് പിന്നാലെ നടക്കുന്ന അവസ്ഥ രക്ഷിതാക്കൾക്ക് ഉണ്ടാകാൻ പാടില്ല. അത് മോശമാണ്. അതെന്ന് മാറി അവർ ചെയ്യുന്നത് അണ്ണാൻ കുഞ്ഞും തന്നാലായതെന്ന് പറയില്ലേ,
അങ്ങനെ പ്രീ സ്കൂളത്തെ കുട്ടികളെ നമ്മൾ, എന്നാൽ അവർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല, അതിലൊന്നും സഹായിക്കാൻ പറ്റില്ല, അത് അവരെന്നെ ചെയ്യണം. പിന്നെ ശീലം ആവർത്തിക്കപ്പെടുമ്പോഴാണ് രൂപപ്പെടുക. അതായത് ഒരു പ്രാവശ്യം ചെയ്ത പിന്നെ ഇന്നാൾ അങ്ങനെ ചെയ്തില്ലേ, അപ്പോൾ ഇന്നൾക്ക് അങ്ങനെ ചെയ്തുകൂടെ. കുട്ടിക്ക് ആ സാഹചര്യത്തിലുണ്ടായ ഒരു പ്രചോദനം ഈ സാഹചര്യത്തിൽ ഉണ്ടായിട്ടുണ്ടാവില്ല. അപ്പം അങ്ങനെ വിചാരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, പിന്നെ ഒരു ആവർത്തനം വേണം കുട്ടികൾക്ക്. ദിവസവും ഒരു നിശ്ചയ സമയം ഒരു ശീലം പരിശീലിപ്പിക്കാൻ എന്ത് ചെയ്യണം, പ്രോത്സാഹിപ്പിക്കണം. അതേപോലെ അവരാഗ്രഹിക്കുന്ന, അവർ ചെയ്യണം എന്ന് നമ്മൾ ശീലിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ശീലങ്ങളുണ്ടല്ലോ, ആ ശീലങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുക്കണം. ഒരു വെള്ളപ്പാത്രത്തിൽ നിന്ന് വെള്ളം എടുത്ത് അടച്ചു വെക്കുക, നമ്മൾ മാതൃകയാവണം. അവരെടുത്ത് കുടിച്ച് പോകുമ്പോൾ ആ അടയ്ക്കേ അങ്ങനെയല്ല, ഇതിങ്ങനെ വെച്ചാൽ മതി, ഇതാണ് അതിൻ്റെ ശരിയായ രൂപം എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുക്കണം. ചെയ്ത് കാണിച്ചു കൊടുക്കുന്നതും ഒരാളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന വ്യത്യാസമുണ്ട്. ഒരാളെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോൾ അയാൾ സ്ട്രെസ്സിലാണ് ആ കാര്യം ചെയ്യുക. ചെയ്ത് കാണിച്ചു കൊടുക്കുമ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി, അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കുക എന്നതിലേക്കാണ് ആ കുട്ടി വരിക. അതേപോലെ കളിയായ രീതിയിൽ പഠനം കളിയാക്കി മാറ്റുക, ഗാനങ്ങൾ, കഥകൾ, ഇവയൊക്കെ ഉപയോഗിച്ച് നമുക്ക് ശീലങ്ങൾ കൊടുക്കാം, ഗാനത്തിലൂടെയൊക്കെ കൊടുക്കാം. നമ്മളെ 1-ാം ക്ലാസ്സിലെ പദ്യം തന്നെ ഉണ്ടല്ലോ. ഇപ്പോൾ ഗാനങ്ങളിലൂടെ കഥകളിലൂടെയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ശീലങ്ങൾ പഠിപ്പിക്കാൻ പറ്റും. ഒരു കുട്ടീനെ തിരുത്തണം, എന്താ ചെയ്യേണ്ടത്, തെറ്റ് ചെയ്യുമ്പോൾ കുട്ടീനെ ശാസിക്കല്ല വേണ്ടത്, അത് മോശം സ്വഭാവമാണ്. മറിച്ച് സ്നേഹത്തോടു കൂടി തിരുത്തണം. മോളോ അതങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്താൽ എങ്ങനെ ഇരിക്കും, ഒരു വല്ലാത്ത ചോദ്യമാണ്. ഇങ്ങനെ ചെയ്താൽ എങ്ങനെ ഇരിക്കും, അത് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ലേ, അത് നമുക്ക് ചെയ്തുകൂടായിരുന്നു. അപ്പോൾ നല്ല ഓപ്ഷനാണ് കുട്ടിക്ക് മനസ്സിലാവുമ്പോൾ അടുത്ത കുറി അങ്ങനെ ചെയ്യും. ഇങ്ങനെ ചെയ്യാം, ഇങ്ങനെ പറയാം, ഇതിനിതാ ചെയ്യാം എന്ന് ചോദിക്കുന്നത് ഒരിക്കലും നല്ല സ്വഭാവത്തിൻ്റെ ചോദ്യങ്ങളല്ല. ഓരോ കുട്ടിയും വ്യത്യസ്തരാണ്. അപ്പുറത്തുള്ള കുട്ടി എന്ത് പറഞ്ഞാലും അനുസരിക്കും, എൻ്റെ കുട്ടി അനുസരിക്കില്ല എന്ന് പരാതി പറയുന്നവരുണ്ട്. ആ കുട്ടിയും ഈ കുട്ടിയും തമ്മിലുള്ള വ്യത്യാസത്തെ അംഗീകരിക്കാതെ ആ കുട്ടിയുടെ പ്രകൃതത്തിലേക്ക് ഈ കുട്ടിയെ വലിച്ചു കൊണ്ടുപോവാണ്, താരതമ്യം ചെയ്യാണ്, കമ്പയറിംഗ് ആണ്. കമ്പയറിംഗ് ഉണ്ടെങ്കിൽ കുട്ടികൾ പിന്നെ താഴെ നിൽക്കുന്ന കുട്ടികൾ കൂടുതൽ വഷളാവുന്നല്ലാതെ കമ്പയർ ചെയ്തതുകൊണ്ട് ഒരു കുട്ടിക്ക് ഒരു പുരോഗതി ഉണ്ടാവില്ല. അത് വെറുതെ നമുക്ക് തോന്നുകയാണ്. കമ്പയറിങ് സ്ട്രെസ്സ് വരുത്തും. സ്ട്രെസ്സ് വന്നാൽ ഈ പറയുന്ന ആളെ അനുസരിക്കുന്നതിൽ നിന്നും അയാൾ മാറിപ്പോകും. പ്രധാനമായ ശീലങ്ങൾ എന്തൊക്കെയാണ്? പല്ല് തേക്കുക. ദിവസവും 2 തവണ പല്ല് തേക്കാൻ എന്ത് ചെയ്യണം? കുട്ടികളെ ശീലിപ്പിക്കണം. പല്ല് തേക്കലിൻ്റെ ഉപകാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, എൻ്റെ ഉമ്മത്തിന് ബുദ്ധിമുട്ടും പ്രയാസവും ഇല്ലെങ്കിൽ അവർക്ക് 5 നേരവും പല്ല് തേക്കാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നു എന്നാണ്. 5 നേരം പല്ല് തേക്കണം എന്നാണ് ഇത് കൽപ്പനയുടെ അർത്ഥം. ആ അർത്ഥത്തെ ആ രൂപത്തിൽ സ്വീകരിക്കാൻ നമുക്ക് പറ്റണം. ദിവസവും 2 തവണയെങ്കിലും പല്ല് തേക്കുക. അതേപോലെ കൈ കഴുകുക. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും ശേഷവും കൈ കഴുകുക. ടോയ്ലറ്റ് ഉപയോഗിച്ചതിന് ശേഷവും കൈ കഴുകണം. കൈ സോപ്പിട്ട് കഴുകണം. ഒരാൾ ഭക്ഷണത്തിന് ഇരിക്കുമ്പോൾ ഒരാൾ സോപ്പിട്ട് കഴുകി കൈ വൃത്തിയാക്കിയാൽ അത്ര റാഹത്തായിരിക്കും. ആ ഒരു ശീലം കുട്ടികളിൽ എന്ത് ചെയ്യണം? വളർത്തണം. അതേപോലെ ഉറക്കം. ഒരു ശാരീരികവും മാനസികവുമായ വളർച്ചയ്ക്ക് ഏറ്റവും അത്യാവശ്യമായ ഒരു ഘടകമാണ് ഉറക്കം. ഉറക്കം കുട്ടികൾക്ക് കിട്ടണം. അതിൻ്റെ പ്രാധാന്യം പറഞ്ഞു കൊടുക്കണം. ഉറങ്ങാനുള്ള സൗകര്യങ്ങൾ നേരത്തെ ഒരുക്കി കൊടുക്കണം. ഇതെന്ന് വെച്ചാൽ ഉമ്മച്ചി ഉറങ്ങാൻ പോകുന്ന സമയത്തും ഉമ്മ ഉറങ്ങാൻ പോകുന്ന സമയത്തും കുട്ടിയുടെ ഉറങ്ങേണ്ട സംവിധാനങ്ങൾ റെഡിയായിട്ടുണ്ടാവില്ല. അപ്പോൾ കുട്ടി അങ്ങനെ കാത്തിരുന്ന് കളിച്ചിരുന്ന് കണ്ട് അങ്ങനെ നേരം വൈകും. പിന്നെ രാവിലെ സ്കൂൾ ഓഫ് ഖുർആനിക്ക് നേരം വൈകും ഉണ്ടാകുക. പിന്നെ സ്വയം വസ്ത്രം മാറിയത് കുട്ടികളെ സ്വാതന്ത്ര്യം വർദ്ധിപ്പിക്കും. അവർക്ക് സ്വയം വസ്ത്രം മാറാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്ത് സ്വയം ഡ്രസ്സ് മാറുമ്പോൾ അവർക്ക് വല്ലാത്തൊരു കോൺഫിഡൻസ് ലെവലും ഒരു കപ്പാസിറ്റിയൊക്കെ ഉണ്ടാവും. ഭക്ഷണം കൊടുക്കുമ്പോൾ പോഷക സമ്പന്നമായ ഭക്ഷണം കഴിക്കാൻ പ്രോത്സാഹിപ്പിക്കുക. കുട്ടികൾ ഒരു ചിക്കൻ്റെ കഷ്ണം അല്ലെങ്കിൽ ഒരു ബീഫിൻ്റെ കഷ്ണം അല്ലെങ്കിൽ മീൻ ഇതൊക്കെയാണ് കുട്ടികൾക്ക് ഇഷ്ടമാവുക. അതിൻ്റെ കൂടെ ഉപ്പേരിയും ഒക്കെ ഉണ്ടാവണം.
കുട്ടികൾക്ക് കിട്ടേണ്ട പോഷകങ്ങൾ മുഴുവൻ കിട്ടണമെങ്കിൽ പച്ചക്കറികളും കൂടി വേണം. അപ്പോൾ അതിലേക്ക് കുറച്ച് എമൗണ്ട് കഴിച്ചാൽ മതി. അവർക്ക് ഒന്നായിട്ട് ചെരിഞ്ഞു കൊടുക്കുന്നു വേണം. അവരങ്ങനെ ആവശ്യമാണെന്ന് തോന്നുമ്പോൾ അവരെന്ത് ചെയ്യും? അധികമായി കഴിക്കും. ഇനിയോ മറ്റുള്ളവരോട് പെരുമാറുന്ന പെരുമാറ്റം, അതിഥികൾ വന്നാലെങ്ങനെ, അതിഥിയായി ഒരു സ്ഥലത്ത് പോയാലെങ്ങനെ, ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അവിടെ കുറേ ആളുകളുണ്ടാവും, അവരോടെങ്ങനെ, ഇത് നമ്മൾ എന്ത് ചെയ്യണം? ആലോചിക്കണം, ചിന്തിക്കണം. എന്നിട്ട് അവരെങ്ങനെ നിൽക്കണം എന്നെന്ത് ചെയ്യണം? അവർക്ക് പറഞ്ഞു കൊടുക്കണം. അതേപോലെ വായനാശീലം വളരെ പ്രധാനമാണ്. വായനാശീലം വായിക്കാൻ എന്ത് ചെയ്യണം? ഓർമ്മിപ്പിക്കുക. ക്ഷമയോടെ സ്നേഹത്തോടെയും എന്ത് ചെയ്യണം? കുട്ടികൾ വളർത്തണം. അവർ പഠിച്ച കാര്യങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു തരാൻ പറയണം. പഠിച്ച കാര്യങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു തരാനാണ് നമ്മൾ കൽപ്പിക്കേണ്ടത്. അതേപോലെ കുട്ടികൾ ഇതൊക്കെ ചെയ്യുമ്പോൾ അവരെ പ്രശംസിക്കണം. കുട്ടികളുടെ ശീലം പാലിക്കുമ്പോൾ അവർ ഹൃദയപൂർവ്വം പ്രശംസിക്കുക. നീ ഇന്ന് സ്വയം പല്ല് തേക്കാൻ ഓർത്തല്ലോ, നല്ല കുട്ടിയാണ്, ഇങ്ങനെ പോലെയുള്ള വാക്കുകൾ. നല്ല കുട്ടിയാണ് എന്ന് സമർത്ഥിക്കണം. കുട്ടികൾ നല്ല കുട്ടികളാണെന്ന് സമർത്ഥിക്കണം. ചീത്ത കുട്ടികളാണെന്ന് സമർത്ഥിക്കാൻ ഇബ്ലീസ് കൂടെ ഉണ്ടാവും. നല്ല കുട്ടിയാണെന്ന് സമർത്ഥിക്കണം. നല്ല കുട്ടിയാണെന്ന് സമർത്ഥിച്ചാൽ നല്ല കുട്ടികൾ ചെയ്യുന്നതേ കുട്ടി ചെയ്യുകയുള്ളൂ. ചീത്ത കുട്ടിയാണെന്ന് സമർത്ഥിച്ചാൽ കുട്ടി ചീത്ത കുട്ടിയുടെ സ്വഭാവത്തിലേക്ക് മാറും. നഷ്ടമാർക്കാം. നീ ചീത്ത കുട്ടിയാണ്, നീ ഇങ്ങനെ ചെയ്തില്ലേ, അങ്ങനെ ചെയ്തില്ലേ, ഇങ്ങനെ ചെയ്തില്ലല്ലോ, അങ്ങനെ ചെയ്തില്ലല്ലോ എന്ന് പറയുന്നത് ഒരിക്കലും എന്തല്ല ഒരു റൈറ്റ് പാരൻറ്റിങ് അല്ല, റോങ് പാരൻറ്റിങ് ആണ്. ആശ്ചര്യം പ്രകടിപ്പിക്കണം കുട്ടികൾ ചെയ്താൽ. വാവ്, നീ ഇന്ന് വളരെ നേരം പുസ്തകം വായിച്ചു, നീ ഒരു ചെറിയ വായനക്കാരനാണ് പറയാൻ പറ്റണം. എഴുത്ത് സൂപ്പറാണല്ലോ, ഇന്ന് കുറേ അധികം എഴുതിയല്ലോ അമ്മച്ചിൻ്റെ കുട്ടി, ഉപ്പാൻ്റെ കുട്ടി, ഇന്ന് നീ ആ ചെയ്ത കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്ന് പറയുന്നു. ചെറിയ സമ്മാനങ്ങൾ കൊടുക്കുക, അല്ലെങ്കിൽ സ്റ്റിക്കറുകൾ കൊടുത്ത് റിവാർഡുകൾ കൊടുക്കുക. അവർ ചെറുതായിട്ട് നിസ്കരിച്ചാൽ 2 മാർക്ക് കൊടുക്കുക. അപ്പോൾ 30 ദിവസം നിസ്കരിച്ച് ഏതൊക്കെ വക്ത് നിസ്കരിച്ചോ ആ മാർക്ക് മൊത്തം കൂട്ടുക. ആ കൂട്ടിയ മാർക്കിൻ്റെ ഒരു നിശ്ചയ ശതമാനം അവർക്ക് ഒരു റിവാർഡായി കൊടുക്കുക, സമ്മാനം കൊടുക്കുക. ചെറിയ ചെറിയ സമ്മാനങ്ങൾ എന്ത് ചെയ്യും? അവരെ അംഗീകരിക്കുന്നതിന് തുല്യമാണ്. നമ്മളവരെ അംഗീകരിച്ചാൽ അവർക്കത് മതി. അവരുടെ പ്രയത്നത്തെ അംഗീകരിക്കണം. കുട്ടികളൊരു ശീലം പാലിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മളൊരു ശീലം പുതിയത് കൊണ്ടുവരണമെങ്കിൽ നമുക്ക് എത്ര ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഈ കുട്ടികളൊരു ശീലം കൊണ്ടുവരണമെങ്കിലോ, അപ്പോൾ കുട്ടികൾ കൊണ്ടുവരുന്ന ശീലം നമുക്ക് വേണ്ടിയാണ് അത് ചെയ്യുന്നത്. അംഗീകരിക്കണം. നീ ഇന്ന് സ്വയം വസ്ത്രം മാറാൻ ശ്രമിച്ചു, അത് വളരെ നല്ലതാണ്, അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെയുള്ള ഒരു മുന്നോട്ട് പോക്ക് യഥാർത്ഥത്തിൽ ആവശ്യമാണ്. ഇവിടെ പറഞ്ഞതിൻ്റെ ആകത്തുക എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പോസിറ്റീവ് മെൻറ്റാലിറ്റിയിലേക്ക് കുട്ടികളെ പാരൻറ്റിങ് നമുക്ക് എത്തിക്കാൻ പറ്റണം. അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ കണ്ണു തുറന്ന് കണ്ട് പ്രോത്സാഹിപ്പിക്കാനും, അവർ ചെയ്യുന്ന ചെറിയ ചെറിയ അബദ്ധങ്ങളിൽ മേൽ പാഞ്ഞു കയറി അവരെ വെറുപ്പിക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. നല്ലവനാണ് എന്ന് ഒരാൾ പ്രഖ്യാപിക്കുന്നതോടുകൂടി അയാൾ എല്ലാ രംഗത്തും നല്ലവനായിത്തീരും. ചീത്തയാളാണ് എന്ന് പ്രഖ്യാപിക്കുന്നതോടുകൂടി അയാളുടെ എല്ലാ രംഗത്തും ചീത്തയായി പോകും. അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഒരാളെ ചീത്തയാണെന്ന് പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞാൽ അയാളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ഉപദ്രവവും അപമാനവും അപഹാസവും പരിഹാസവും അയാളെ ചെറുതായി കാണുന്നതൊക്കെയാണ്. 40% തിന്മയുണ്ടെങ്കിലും 60% നന്മയുണ്ടെങ്കിൽ ആ നന്മയെ വീണ്ടും വീണ്ടും എടുത്തു പറയുമ്പോൾ യഥാർത്ഥത്തിൽ അയാൾക്ക് നന്മയിൽ നിൽക്കാനുള്ള ആത്മാഭിമാന ബോധം വർദ്ധിക്കുകയാണ് ചെയ്യുക. അങ്ങനെ കുട്ടികളെ ഒന്ന് വണ്ടിയിൽ കയറ്റി അവരെ ഒന്ന് മുകളിലേക്ക് പൊക്കി അവർ ചെയ്യേണ്ട കാര്യങ്ങൾ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ച് കാര്യങ്ങളുടെ ഒരു ഹലാവത്ത് അവർക്ക് കിട്ടുക. നമ്മളവരെ പ്രശംസിക്കുമ്പോൾ
അവർ പ്രവർത്തിച്ചതിൻ്റെ മാധുര്യമാണ് നമ്മൾ കൊടുക്കുന്നത്. അവരനുസരിച്ചതിൻ്റെ സന്തോഷമാണ് അവർ കൊടുക്കുന്നത്. സന്തോഷത്തിൻ്റെ ഹോർമോണാണ് അവർ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത്. അവർക്കതുണ്ടാകുമ്പോൾ റിലാക്സേഷൻ, അവർ പിന്നെയും അതേ കർത്തവ്യം ചെയ്യാൻ, അതേ കടമ, അതേ പ്രവർത്തനം, അതേ ഉപകാരം ചെയ്യാൻ അവരെ പ്രചോദിപ്പിക്കാൻ ചെയ്യുക. പ്രചോദനമാണ് ത്യാഗങ്ങൾ ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനം. പ്രകോപനങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, പുരോഗതികൾക്ക് അനിവാര്യമായ സംഗതിയല്ല. പ്രചോദനങ്ങളാണ് പുരോഗതിക്ക് ഏറ്റവും പ്രധാനമായി വേണ്ടത്. ആ പുരോഗതി അതേപോലെ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കണം. അതിന് ക്ഷമ വേണം, ഏറ്റവും പ്രധാനം. വമയുലഖാഹ ഇല്ലല്ലദീന സ്വബറു വമയുലഖാഹ ഇല്ലാ ദു ഹദ്ദിൻ അദീം. മഹത്തായ ഭാഗ്യമുള്ളവൻ, മഹത്തായ ക്ഷമയുള്ളവനല്ലാതെ ഇങ്ങനെ പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല. ക്ഷമ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ആ ക്ഷമയുടെ അപര്യാപ്തത അല്ലെങ്കിൽ കുറവ്, അതിൻ്റെ ഡെഫിഷ്യൻസിയാണ് നമുക്ക് എന്ത് ചെയ്യണത്, കോപം, ദേഷ്യം, പെട്ടെന്ന് റെഡിയാവണമെന്ന ചിന്ത, എന്താണ് ഈ കുട്ടി ഇങ്ങനെ എന്ന് ചിന്തിക്കലൊക്കെ അതിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ധാരാളമായി കുട്ടികളുടെ കാര്യത്തിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത്, നന്മയിലാണ് അവർ എന്ന് നമ്മൾ പ്രഖ്യാപിച്ച്, തിന്മയുടെ ഒരു ചാഞ്ചല്യം പോലും അവർക്ക് വരാതെ അവരെ സംരക്ഷിച്ച് രക്ഷിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം ആണ് വേണ്ടത്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് വൈകുന്നേരം വരെ സമയത്തിൽ ഈ കുട്ടി എഴുന്നേറ്റ് സ്കൂളിൽ പോണത് വരെയുള്ള ടൈമുണ്ട്. ആ ടൈമിൽ എന്താണ് കുട്ടിയുടെ വളർച്ചക്കും കുട്ടിയുടെ ആത്മവിശ്വാസം വളരാൻ എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് ആലോചിക്കണം. കുട്ടി സ്കൂളിൽ പോയി തിരിച്ചു വരുമ്പോഴും, സ്കൂൾക്ക് പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും ഒക്കെ നമുക്ക് ഒരു ഹഗ് കൊടുത്ത്, ഒരു കിസ് കൊടുത്ത് അവരെ ഒന്ന് പരിഗണിച്ച് വിടാനും തിരിച്ചു വരുമ്പോൾ സ്വീകരിക്കാനും നമ്മൾ പ്രാപ്തരാകണം. അവരെ വലിയ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുകയും ആഹ്ലാദത്തോടു കൂടി വരവേൽക്കുകയും വളരെയധികം സുരക്ഷിതത്വ ബോധം അനുഭവപ്പെടുന്ന രൂപത്തിൽ അവരോട് പെരുമാറുകയും ചെയ്യണം. അതാണ് ഏറ്റവും പ്രധാനം. ആ പെരുമാറ്റത്തിലേക്ക് നമ്മൾ ജീവിതത്തെ മാറ്റുകയാണെങ്കിൽ ഏത് കുട്ടിയും നമ്മൾ പറഞ്ഞതനുസരിക്കുന്ന ഒരു റേഞ്ചിലേക്ക് വരും. അത് വലിയ മാറ്റമാണ് സ്കൂൾ ഓഫ് ഖുർആനും ഈ സംവിധാനത്തിനും രക്ഷിതാവിനും വീടിനും വിദ്യാലയത്തിനും സ്കൂൾ ഓഫ് ഖുർആനും ഒക്കെ വലിയ മുതൽക്കൂട്ടായിരിക്കും. നമ്മുടെ ഈ പോസിറ്റീവ് രൂപത്തിലുള്ള പെരുമാറ്റം അവരുടെ ദിനചര്യകൾ നടപ്പിലാക്കണമെങ്കിൽ അവരോട് എതിർത്ത് നിൽക്കാതെ അവിടെ കൂടെ നിന്ന് അവരെ രക്ഷപ്പെടുത്തുക എന്ന വലിയ ഒരു ദൗത്യം നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുക്കേണ്ടതുണ്ട്. ക്ഷമ 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 അതുതന്നെയാണ് ഏറ്റവും അനിവാര്യമായ സംഗതി. ക്ഷമയില്ലെങ്കിൽ ഈ കാര്യത്തിലൊന്നും ഇങ്ങനെ ഇടപെടുക എന്നത് നമുക്ക് സാധ്യമല്ല. എന്തായിരുന്നാലും അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നമ്മുടെ സ്വഭാവവും നമ്മുടെ പെരുമാറ്റവും കുട്ടിയോടുള്ളത് പോസിറ്റീവായിരിക്കാൻ നമുക്ക് അല്ലാഹു തആല തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.